കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും വലിയ കോമഡി, ഒരുപക്ഷെ ഈ ദശാബ്ദത്തിൽ തന്നെ ഏറ്റവും വലിയ കോമഡി ആയിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ഞാൻ നമ്മുടെ കുട്ടികളോട് ക്ഷമിച്ചിരിക്കുന്നു. ഇദ്ദേഹം ആരാണ്? നമ്മുടെ രാജ്യത്തിന്റെ ചക്രവർത്തിയോ അതോ മഹാരാജാവോ? ഈ കുട്ടികളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് ജനാധിപത്യ രീതിയിൽ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് പോയി പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? ഭരണാധികാരികൾ ജനങ്ങളോട് പറയാ, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന്. തിരിച്ചല്ലേ എപ്പോഴും നടക്കാറുള്ളത്? ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, ഞങ്ങളുടെ ഈ തീരുമാനം തെറ്റായി പോയി, അതല്ലെങ്കിൽ ഗവൺമെന്റ് എടുത്ത ചില തീരുമാനങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് നഷ്ടം വന്നു, അതുകൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെയല്ലേ കേട്ടിട്ടുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ സൗദി അറേബ്യയിലൊക്കെ നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അവിടുത്തെ രാജാവൊക്കെ ക്ഷമിക്കും പ്രജകളോട്. ഇദ്ദേഹം എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിലെ ഭാരതത്തിന്റെ മഹാരാജാവാണ്. ശ്രീരാമനായിട്ട് സ്വയം അങ്ങ് വാഴുകയാണോ? എന്താ താങ്കളുടെ ഉദ്ദേശം? ഇനി ഫിലോസഫി പ്രകാരം മറ്റൊരു ഡെഫിനേഷൻ ഉണ്ട് ക്ഷമിക്കുക എന്നുള്ളതിന്. നാം ഒരാളോട് ക്ഷമിക്കുന്നു, അല്ലെ ഒരാൾ എന്നോട് ക്ഷമിക്കുന്നു, അല്ലെ ഞാൻ മറ്റൊരാളോട് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്ന ഫിലോസഫിയാണ് കേട്ടോ, എന്റെ ഫിലോസഫി അല്ല, വലിയ വലിയ തത്വചിന്തകന്മാരുടെ ഫിലോസഫിയാണ്. നമ്മൾ ഒരാളോട് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയോട് നമുക്കെന്തോ എതിരായിട്ടൊരു വികാരം തോന്നി, ദേഷ്യം, കാലുഷ്യം, അല്ലെങ്കിൽ നമുക്ക് ദുഃഖമുണ്ടായി, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ മനസ്സിന് വിഷമമുണ്ടായി, അല്ലെങ്കിൽ നമുക്ക് കോപമുണ്ടായി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ വികാരങ്ങളെയെല്ലാം നമ്മൾ നിയന്ത്രിച്ചു വെച്ചിട്ട് ഈ വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രിജിക്ക് കോപവും ദേഷ്യവും ദുഃഖവും എല്ലാം ഉണ്ടായില്ലേ ആ പിള്ളേർ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ? അതുകൊണ്ടല്ലേ ക്ഷമിച്ചത്? ജനങ്ങളോടും ഇവിടുത്തെ കുട്ടികളോടും കോപിക്കാനായിട്ടാണോ താങ്കളെ പ്രധാനമന്ത്രിയായിട്ട് അങ്ങോട്ട് തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്? ക്ഷമിക്കാൻ പറ്റാത്ത എന്തെല്ലാം എത്രയെല്ലാം കുറ്റങ്ങളും പ്രസംഗങ്ങളും താങ്കൾ നടത്തിയിട്ടുണ്ട്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുകയാണ്. घुसपैठियों को बांटेंगे, ये कांग्रेस का मैनिफेस्टो कह रहा है कि आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा। आपको मंजूर है ये? भाइयों बहनों, ये अर्बन नक्सल की सोच, मेरी माताओं बहनों, ये आपका मंगलसूत्र भी बचने नहीं देंगे, यहां तक जाएंगे मैं कहने आया. പച്ച മലയാളത്തിൽ പറഞ്ഞാല്, നിങ്ങളുടെ താലിമാല പറിച്ചോണ്ട് പോകും കോൺഗ്രസിനെ വോട്ട് ചെയ്താൽ എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായി? നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങൾ താലി കെട്ടിയിട്ടില്ലായിരിക്കാം, പക്ഷെ ഭാര്യയുടെയും പെങ്ങന്മാരുടെയും ഒക്കെ താലിമാല, മംഗല്യസൂത്രം ആ കോൺഗ്രസ്സുകാർ പറിച്ചോണ്ട് പോയിട്ട് ഇസ്ലാമിന് കൊടുക്കും. ഇത്രയും വലിയൊരു ഹേറ്റ് സ്പീച്ച് നടത്തിയ ഒരു പ്രധാനമന്ത്രി നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ വ്യക്തിയോട് ആര് ക്ഷമിക്കും? ഇങ്ങനെയൊക്കെ പറഞ്ഞ് വർഗീയ വിദ്വേഷം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് ഇവിടുത്തെ കുട്ടികളോട് അദ്ദേഹം ക്ഷമിച്ചു. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു, രാമന് ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ട്, മോഡിയുടെ ഈ ക്ഷമിക്കല് രാജ്യം മുഴുവൻ ഞെട്ടലുണ്ടാക്കി, രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ വാഴ്ത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു. ആരാ ഇവിടെ ഞെട്ടിയത്? ആർക്ക് എന്തോ തോന്നിയത്? എന്തൊരു വിവരക്കേടായി പറയുന്നത് എന്നല്ലേ തോന്നിയിട്ടുള്ള എല്ലാവർക്കും? ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം ആ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, അതല്ലെങ്കിൽ ഈ ഭരണം കൈവിടാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സിൻഡിക്കേറ്റ് ഈ ഭരണം പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. ഈ സിൻഡിക്കേറ്റ് ആണ് ഭരണം നടത്തുന്നത്. ഇദ്ദേഹത്തിനെ വെറുതെ ഫ്രണ്ട് നിർത്തി കളിക്കുകയാണ്. ഇനി ഇങ്ങനെ എങ്ങാനും പ്രധാനമന്ത്രി സ്ഥാനം നിന്ന് മാറി തന്നെ വെച്ചു മാറിയാൽ ഇവരെ ഇങ്ങനെ ഒരു ഭാരതരത്നമൊക്കെ കൊടുത്തിട്ട് ഇദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കിയോടെ വാഴിക്കും. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഭരിക്കാൻ നോക്കും. ഇതെന്റെ പ്രവചനമായിട്ട് കൂട്ടിക്കോ. ഇദ്ദേഹം ചുമ്മാ ഒന്നും ഇറങ്ങി പോകത്തില്ല, ഇവിടെ തന്നെ കാണും കുറെ കാലം കൂടി ഇതുപോലെ നമ്മുടെ കുട്ടികളോട് ക്ഷമിക്കാനായിട്ട്. ആ കുട്ടികളോട് ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അപ്പനും അമ്മയും ക്ഷമിച്ചാൽ മതി. അല്ലാതെ വർഗീയത പറഞ്ഞ് വോട്ട് മേടിച്ച് ജയിച്ചിട്ട് അവിടെ പോലും നിങ്ങൾ ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദയവായിട്ട് ഇനിയും ക്ഷമിക്കരുത്.